ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ സാംസങ്ങിൻ്റെ ഗാലക്സി S25 അൾട്ര വന്നിട്ടുണ്ട്. ഈ ഒരു ഫോൺ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നുമില്ല. അത് ആദ്യം പറയാം. ഇപ്പം S23 S24 വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ AI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് S23 സീരീസിൽ അത് അപ്ഡേറ്റിന് ശേഷം ഇതിലുള്ള എല്ലാം അതിലുണ്ടായിരുന്നു. ഇപ്പം S24 S25 വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എന്തായാലും S24 സീരീസിലും കിട്ടും. ബാക്കി ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തായാലും വരുന്നുണ്ട്. അൾട്രാ സീരീസ് മാറ്റങ്ങളുണ്ട്. ഡിസൈൻ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരു അൾട്രയുടെ ആ ഒരു ലുക്കൊക്കെ മാറി ഇപ്പോൾ ഒരു പുതിയൊരു ഫോണായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയാം. ആക്ച്വലി ഈ ഒരു ഫോൺ 3 വേരിയൻ്റാണ് ഉള്ളത്. ബേസ് മോഡൽ ഒരു 12GB 256GB വേരിയൻ്റ് ഉണ്ട്. ബട്ട് അത് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ. ഫ്ലിപ്കാർട്ടും ആമസോണിലും 256GB അല്ല ഉള്ളത്. അതിൽ ബേസ് മോഡൽ വരുന്നത് 12GB 512GB ആണ്. അതിൻ്റെ പ്രൈസ് 1,29,999 രൂപയാണ്. ബട്ട് ഈ പ്രൈസിലാണ് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ ബേസ് മോഡൽ 256GBയുടെ പ്രൈസ് 1,30,000. എടേ സെയിം പ്രൈസ് അവിടെ, സെയിം പ്രൈസ് ഇവിടെ. എന്തുവാ ഇത്? കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം ഒന്നിലത് കാണിക്കുന്നതിന് മറ്റിലത് കാണിക്കുന്നത്. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഈ രണ്ടിലും ബേസ് മോഡലിൻ്റെ പ്രൈസ് 1,30,000 512GB കിട്ടുന്നുണ്ട്. ഇനി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 512GB കിട്ടുമോ എന്നുള്ളതൊക്കെ അറിയില്ല. ബട്ട് ഇങ്ങനെയാണ് സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് കാണിക്കുന്നുണ്ട്, ആമസോണും ഫ്ലിപ്കാർട്ടിലും മറ്റൊന്ന് കാണിക്കുന്നുണ്ട്. 2 വേരിയൻ്റായിട്ടാണ് ബേസിക്കലി ഉള്ളത് നമുക്ക് തോന്നുന്നത്. 3 വേരിയൻറ്റും കാണിക്കുന്നുണ്ട്. നിങ്ങളത് വിടാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് മാത്രം നോക്കാം. ബേസ് മോഡൽ 12GB 512GB ആണ്. അതിൻ്റെ പ്രൈസ് 1,30,000. ഹയർ വേരിയൻറ്റ് 12GB 1TB സ്റ്റോറേജ് ആണ്. അതിൻ്റെ പ്രൈസ് 1,65,999 രൂപയായിട്ടാണ് വരുന്നത്. ബട്ട് ബാങ്ക് ഓഫർ വരുന്നുണ്ട്. HDFCയുടെ ക്രെഡിറ്റ് കാർഡിൽ 8,000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫറാണ് വരുന്നത്. സോ 8,000 രൂപ കുറയും ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ പ്രൈസ് 1,30,000 രൂപയാണ്. ബട്ട് 512GB ആണ് കിട്ടുന്നത്. കുഴപ്പമൊന്നും പറയാനില്ല. പ്രൈസ് സെഗ്മെൻറ്റ് നോർമലാണ്. പഴയതുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും പ്രൈസിലൊന്നും വന്നിട്ടില്ല. പിന്നീട് ഇതിൻ്റെ ഡിസൈൻ നോർമലി നമ്മൾ S24 അൾട്ര അല്ലെങ്കിൽ അൾട്ര എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഗാംഭീര്യമുണ്ട്. ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട് ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇനിയുള്ള S25 അൾട്രയിൽ അങ്ങനെയല്ല. നോർമലി ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമലി ബാക്കിയുള്ള മോഡൽ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ആ ഒരു ഫീൽ എനിക്ക് കിട്ടില്ല. യൂസ് ചെയ്യാനൊക്കെ ഇത് തന്നെയാണ് നല്ലത്. പഴയത് കുറച്ചും കൂടെ ഒരു ഇൻകംഫേർട്ടാണ്. കയ്യിലൊക്കെ തറച്ച് കയറുന്ന രീതിയിൽ അത്രക്കും ഷാർപ്പായിട്ടുള്ള ഒരു കയ്യിൽ ഹോൾഡ് ചെയ്ത് നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒട്ടുമിക്ക പേരും അൾട്ര എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഒട്ടുമിക്ക പേരും പറയാറ്. ബട്ട് അതിനി മാറി. ഇനിയിപ്പം ഡിസ്പ്ലേ സൈസ് മാത്രമേ വലുതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെയ്റ്റും തിക്നെസ്സും കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു S25 അൾട്രയിലാണെങ്കിൽ 218 ഗ്രാം വെയ്റ്റും 8.2 mm തിക്നെസ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മോഡലിൽ 230 ഗ്രാം അതിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു വെയിറ്റ് ഉണ്ടായി. സോ അതൊക്കെ ആയിട്ട് കമ്പയർ സമയത്ത് ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. തിക്നെസ്സും ചെറിയ രീതിയിൽ തിക്നെസ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട് ഫോൺ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ. പിന്നീട് പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ 2 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നീട് ഫ്രെയിം ടൈറ്റാനിയം ഫ്രെയിം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് പറയുകയാണെങ്കിൽ 4 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒന്ന് ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം ഗ്രേ, ടൈറ്റാനിയം സിൽവർ, ടൈറ്റാനിയം വൈറ്റ് കളർ കൂടെ വരുന്നുണ്ട്. ബാക്ക് ഡിസൈനൊക്കെ നോക്കുമ്പോൾ ആ ഒരു ക്യാമറയുടെ റിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് C Fold 6 കണ്ട ആ ഒരു ക്യാമറ റിങ് S25 സീരീസിൽ എല്ലാ ഫോൺസിനും വരുന്നുണ്ട്. അത് മാത്രമേ ഒരു ഡിസൈൻ ചേഞ്ച് പറയാനുള്ളൂ. ബേസിക്കലി പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം ഇല്ല. ബട്ട് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ആ ഒരു ഷാർപ്പ് എഡ്ജ് ഒക്കെ ഒഴിവാക്കിയതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഫോണിൻ്റെ ഫീലും കിട്ടുന്നുണ്ട്. എന്നല്ലാതെ ചെറിയ വ്യത്യാസം ഡിസൈനിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. കാര്യമായിട്ടൊന്നും ഡിസൈൻ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പ്രൊട്ടക്ഷൻ്റെ കാര്യം ഗൊറില്ല ഗ്ലാസ് വിക്ടർ ആമർ 2 പ്രൊട്ടക്ഷൻ വന്നു എന്നല്ലാതെ നോ ഡിഫറൻസ്. IP68 റേറ്റിംഗ് ആണ്, 69 ഒന്നും വരുന്നില്ല. ഐഫോൺ അങ്ങനെയാണല്ലോ. അപ്പം പിന്നെ ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാകും. ബട്ട് അടുത്ത പ്രാവശ്യം IP69 കിട്ടുമായിരിക്കും, പ്രതീക്ഷിക്കാം.
ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.9 ഇഞ്ച് വരുന്ന 2K റെസൊല്യൂഷനുള്ളൊരു ഡൈനാമിക് അമോലെഡ് LTPO ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമർ 2 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് കൊടുത്തുള്ളത്. ബെസലിൻ്റെ സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ മോഡലിലാണെങ്കിൽ 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ബട്ട് ഇത്തവണ 6.9 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ സൈസ് കൂടുതലൊന്നും ഉണ്ടാവില്ല, കാരണം ബെസലൊക്കെ കുറച്ചിട്ടാണ് ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയുടെ സൈസും ഭയങ്കര കുറവായിട്ടോ. iPhone 16 Pro പോലെ തന്നെ ഡിസ്പ്ലേയുടെ സൈസൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതാണ്, അതായത് ആപ്പിൾ എന്ത് ചെയ്യുന്നോ അത് സാംസങ്ങും ചെയ്യും. അതാണ് ഇവിടെയുള്ളത്. അവർ 6.9 ഇഞ്ച് ആക്കുമ്പോൾ സാംസങ്ങും 6.9 ഇഞ്ച് ആക്കി. അപ്പോൾ ഇവർ ആക്കിയിട്ടില്ലെങ്കിലും സാംസങ് ഒരു വ്യത്യാസം ഡിസ്പ്ലേയിൽ വരുത്തില്ല. ആകെപ്പാടെ ഡിസ്പ്ലേയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ സൈസ് കൂടി, ബെസൽ കുറഞ്ഞു, പ്രൊട്ടക്ഷൻ കൂടി. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് പഴയതുപോലെ തന്നെയുണ്ട്. ഒരു മാറ്റം ആ കാര്യത്തിലൊന്നും വന്നിട്ടില്ല. ദെൻ ഇതിൻ്റെ ക്യാമറയാണ്. മെയിനായിട്ട് S25 Ultra ഒക്കെ പറയുമ്പോൾ ക്യാമറ ആണല്ലോ മെയിൻ ഹൈലൈറ്റ്. എല്ലാം ഹൈലൈറ്റാണ്, ഡിസ്പ്ലേ ആണെങ്കിലും പെർഫോമൻസ് എല്ലാം ഹൈലൈറ്റാണ്. എന്നാലും ക്യാമറ, ഒരാളിപ്പോൾ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഓപ്പൺ ചെയ്യുക? ക്യാമറയല്ലേ. അല്ലാതെ ആരും ഗെയിം കളിക്കാനൊന്നും വേണ്ടി പോകില്ല. അപ്പോൾ ക്യാമറ പറയുകയാണെങ്കിൽ 200 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 50 MB അൾട്രാ വൈഡ് വരുന്നുണ്ട്, 50 MB ടെലിഫോട്ടോ 5x വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് 10x വരെയുള്ള ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് ഒരു 12 MB ഒരു ടെലിഫോട്ടോ, അത് 3x ടെലിഫോട്ടോ ആണ് റിയറിൽ വരുന്നത്. സെൽഫി ക്യാമറ ആണെങ്കിൽ ആ ഒരു 12 MB സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറയിലൊന്നും മാറ്റം വരുന്നില്ല. റിയർ ക്യാമറയിലാണെങ്കിൽ 8K 30 FPS ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 4K 120 FPS വരെ സ്ലോ മോഷൻ വീഡിയോസും 4Kയിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ 4K 60 FPS സെൽഫിയിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓവറോൾ ക്യാമറയിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് 50 MB അൾട്രാ വൈഡ് ഉണ്ട് എന്നല്ലാതെ ബാക്കിയുള്ള സെൻസറൊക്കെ തന്നെ സെയിം ആണ്, നോ ചേഞ്ച്. അതായത് ഈ 50 MB അൾട്രാ വൈഡ് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 16 Proയിലും 50 MB അൾട്രാ വൈഡ് കൊടുത്തു. അതുകൊണ്ടാണ് ഇവന്മാരും കൊടുത്തത്. അല്ലെങ്കിൽ ആ ചേഞ്ചും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. സോ ക്യാമറ വൈസ് അതാണ്. ഇപ്പോൾ പെർഫോമൻസ് ചിപ്സെറ്റ് മാറിയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഒപ്റ്റിമൈസേഷനും ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ ചെറുതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും, എന്നല്ലാതെ ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങളില്ല. പിന്നീട് One UI 7 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഇൻ്റർഫേസൊക്കെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. സെറ്റപ്പ് മൊത്തം മാറിയിട്ടുണ്ട്. നോർമൽ ഇല്ല പോലെയല്ല, One UI 6.1 ഇല്ലതുപോലെയല്ല, ഒരുപാട് ചേഞ്ചസ് ക്യാമറ ഇൻ്റർഫേസ് തന്നെ വരുന്നുണ്ട്. സോ ക്യാമറ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം വിലയെടുത്താം. പക്ഷെ എന്നാലും വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഐഫോൺ തന്നെയാണ് ഇപ്പോഴും. ഫോട്ടോ എടുക്കാൻ അത് വിവോവും വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കിട്ടുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ് ആണ്. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ദെൻ പെർഫോമൻസ് ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8 Elite 4 Galaxy എന്ന ചിപ്സെറ്റാണ്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ ചിപ്സെറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ആ ചിപ്സെറ്റ് കൊടുക്കാമായിരുന്നു എന്നൊന്നും പറയാനില്ല. ഇതാണ് ബെസ്റ്റ്. പിന്നീട് റാം ടൈപ്പ് ആണെങ്കിൽ LPDDR5X റാം വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. One UI 7 ആണ്, ബേസ്ഡ് ഓൺ Android 15 ആണ്. 7 വർഷത്തേക്കുള്ള അപ്ഡേറ്റും ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. പിന്നീട് ഒരുപാട് AI ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൺപാക്ക്ഡ് ഇവൻ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണാം. ഇവിടെയൊക്കെ തന്നെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ അതിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസ് ഇതാണ്, ബെസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത്രയേ പറയാനുള്ളൂ, ബാക്കിയൊന്നും പറയില്ല. പിന്നെ ഒരുപാട് ഗെയിമിംഗ് ഒക്കെ ഓറിയൻ്റായിട്ട് കളിക്കാൻ വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആവാതിരിക്കാനുള്ള ഒരുപാട് വേപ്പർ ചേമിങ് കൂൾ സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. എന്നാലും ബെസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇതിൽ കിട്ടും. പിന്നീട് ബാറ്ററിയാണ് 5000 mAh ബാറ്ററിയാണ്. പക്ഷേ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പുതിയ ചിപ്സെറ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് ചെറുതായിട്ടൊക്കെ കൂടിയല്ല എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരാനില്ല. 45 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓവറോൾ S25 Ultra എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് മേജറായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ്, മേജറായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ S24 Ultraയിലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ചിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. അതിലെന്തായാലും ഇത് വരും. കാരണം കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇനി വരുമോ ഇല്ലയോ എന്നറിയില്ല, വരണമല്ലോ. S23 Ultraയിൽ വരില്ല, S24 Ultraയിൽ എന്തായാലും വരും. അതുപോലെ തന്നെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ക്യാമറയിൽ അൾട്രാ വൈഡ് വന്നു.
പിന്നീട് പ്രൊട്ടക്ഷനിലൊക്കെ തന്നെ വ്യത്യാസം വന്നു, ക്യാമറയിൽ ഒരു റിങ് ഡിസൈൻ ചേഞ്ച് വന്നു, എഡ്ജസൊക്കെ തന്നെ കുറച്ചും കൂടെ കർവ് ആക്കി. പിന്നെന്താ ഡിസ്പ്ലേയുടെ സൈസ് കുറച്ചും കൂടെ വലുതായി, ബസ്സിലൊക്കെ കുറഞ്ഞു എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പെർഫോമൻസ് ചിപ്സെറ്റിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് വ്യത്യാസം, ഇത്രയേ ഉള്ളൂ. 1,30,000 രൂപയുടെ ഫോണിൽ ഇതാണ് വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വർഷവും മേജറായിട്ടുള്ള വ്യത്യാസം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ പറയാനുമില്ല. എന്നാലും ബെസ്റ്റ് ഫോൺ തന്നെയാണ്, അതിലും ഒരു കുറ്റവും പറയാനില്ല. സോ ഇതാണ് നിങ്ങളുടെ ഒപ്പീനിയൻ. എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈ ഒരു ഫോണിനെ പറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇതിന് മുമ്പേ വേറെ ലെവലിൽ സ്പെക്കും കാര്യങ്ങളൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. എന്താണോ വരുമെന്ന് പറഞ്ഞത് അത് വന്നു, വേറെ ഒന്നുമില്ല. അതിന് നമ്മളിനിപ്പോൾ കളിയാക്കിയിട്ടോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ അവന്മാരും ഐഫോൺ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ്, അതായത് ഒന്നും കൊണ്ടുവരാറില്ല ഇപ്പം. അതുകൊണ്ട് പിന്നെ സാംസങ് അങ്ങനെ തന്നെയാണ്, ഐഫോൺ എന്ന് ചെയ്യുന്നു അത് സാംസങ് ഫോളോ ചെയ്ത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ S23 അൾട്ര, S24 അൾട്ര ഒക്കെ യൂസ് ചെയ്യുന്നവർ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, എന്നല്ലാതെ എൻ്റെ ഫോൺ പഴയതായി അതുകൊണ്ട് മാറ്റാം എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലടി. അപ്പോൾ ഇതാണ് S25 അൾട്ര. ബാക്കി S25ഉം S25 പ്ലസിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.